നിൻമിഴികളിൽ മിന്നും കണ്ണാടി, ഉയിരിൻ പൊരുൾ തേടും കണ്ണാടി, എൻ മുഖമതിലെന്നും കാണാനി, ഇരവരെയും മുന്നേ നെഞ്ചാകെ നീ നിറയുകയോ? ഹേ മെല്ലെ 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 ഇഷ്ടം തോന്നുന്നുണ്ടോ? വേണ്ടെന്നുള്ളം ചൊല്ലുമ്പോഴും തോന്നുന്നുണ്ടോ? ഓർക്കും തോറും ഉള്ളം തുള്ളി പോവുന്നുണ്ടോ? മെല്ലെ ഇഷ്ടം തോന്നുന്നുണ്ടോ? എന്നുള്ളം പതിരല്ല, മെല്ലെ എന്നോരം വാവാൻ, നിന്മായ കാഴ്ചയ്ക്കെല്ലാം അർത്ഥങ്ങൾ ഞാൻ ഇന്നേകാം. അരികെ അരികെ നിഴലായി മാറാം, പ്രണയം മുഴുവൻ ഇനിയേകാം. ഈ നേരം മറയില്ല, സ്വപ്നങ്ങൾ കൊഴിയില്ല, നിന്നെഞ്ചിന്നാശയെല്ലാം കണ്ണോരം ഞാൻ ഇന്നേകാം. ഇനി വലിയ ശലഭങ്ങൾ നാം പിരിയാൻ തുടരാം നാളെല്ലാം. നിൻമിഴികളിൽ മിന്നും കണ്ണാടി, ഉയിരിൻ പൊരുൾ തേടും കണ്ണാടി, എൻ മുഖമതിലെന്നും കാണാനി, ഇരവരെയും മുന്നേ നെഞ്ചാകെ നീ നിറയുകയോ? ഹേ മെല്ലെ 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 ഇഷ്ടം തോന്നുന്നുണ്ടോ? വേണ്ടെന്നുള്ളം ചൊല്ലുമ്പോഴും തോന്നുന്നുണ്ടോ? ഓർക്കും തോറും ഉള്ളം തുള്ളി പോവുന്നുണ്ടോ? മെല്ലെ ഇഷ്ടം തോന്നുന്നുണ്ടോ? സീതാ കല്യാണ വൈഭോഗമേ, രാമ കല്യാണ വൈഭോഗമേ, പവനജ സ്തുതി പാത്ര പവന ചരിത്ര, രവി സോമവര നേത്ര, രമണീയ ഗാത്ര, സീതാ കല്യാണ വൈഭോഗമേ,
ರಾಮ ಕಲ್ಯಾಣ ವೈಭೋಗಮೇ. ರಾಧೆ ನೀನು ಆರಾಧಿಸೋ ನೀಲಮೇಘ ಶ್ಯಾಮನೋ ಮನವ ಮರೆಸಿ ನಿಂದನು. ಸ್ವರವೆಲ್ಲ ನಲಿದಿವೆ ಕೇಳು, ಯಾರೇ ವರನೆಂದು ನಗುತ್ತಿವೆ ನೋಡು. ಪರಿಚಯ ಪರಿಧಿ ಮೀರು ವರುಷ, ಪರಿಣಯ ಪದವ ಹಾಡು ಹರುಷ. ಸಾಕಾಗಿದೆ ನಾಮೆಲ್ಲಗೆ ಸಲ್ಲಭವ ಮಾಡಲಿ. ಕೃಷ್ಣನ ಪ್ರೇಮಕ್ಕೆ ಮೇರೆಯೇನು, ಕೊಳದಲ್ಲಿ ಕುಮುದೆಗೂ ಈರ್ಷೆ ಕಾಣು. ಕೊಳಲಿನ ಕೊರಳಲು ರಾಗ ನೀನು ಆರಾಧಿಸೋ ನೀಲಮೇಘ ಶ್ಯಾಮನೋ ರಮೆಯ ರಮಿಸ ಬಂದನು. ರಾಧೆ ನೀನು ಆರಾಧಿಸೋ ನೀಲಮೇಘ ಶ್ಯಾಮನೋ ಮನವ ಮರೆಸಿ ನಿಂದನು. ಮಾಂಗಲ್ಯಂ ತಂತು ನಾನೇನ ಮಾಂಗಲ್ಯಂ ತಂತು ನಾನೇನ ಮಾಂಗಲ್ಯಂ ತಂತು ನಾನೇನ ಮಮ ಜೀವನ ಹೇತುನಾ. ಮಾಂಗಲ್ಯಂ ತಂತು ನಾನೇನ ಮಮ ಜೀವನ ಹೇತುನಾ. ನಾದ ಸ್ವರವೆಲ್ಲ ನಲಿದಿರಲು
ಪರಿಣಯ ಪದವ ಹಾಡು ಹರುಷ இரண்டு மனமிணைய இணைய இணைய பிறந்த பயன் அடைய 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 ஊர் பார்க்க கை கோர்க்கும் நாள் வந்ததே என்னாலும் அன்போடு ஆனந்தமே என் கூட்டிலே ஒரு ஓரமாய் இருந்தேனடா கண்ணா வரமாகவே நீ வந்ததால் திளைத்தேனடா திசையின்றி நான் தேடி திரிந்தேன் தனியாகவே கண்ணே ஒளியாக நீ என்னை சேர்ந்ததால் பிழைத்தேனடி
നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ നടവഴിയുടെ ഓരങ്ങൾ പൂച്ചൂടാനെന്തേ കുടകരികിലെ തൂമഞ്ഞു കണ്ണൂരിൽ പെയ്തേ മനമാകയോ പുതുസൗരഭം പകരുന്നൊരാളതിലോലമായി വിരലോടിതാ വിരൽ ചേർക്കവേ അലിയുന്നു നാം പ്രണയാർദ്രമായി നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ നടവഴിയുടെ ഓരങ്ങൾ പൂച്ചൂടാനെന്തേ കുടകരികിലെ തൂമഞ്ഞു കണ്ണൂരിൽ പെയ്തേ തണുവണിത്തെരുവിൽ തിനവയൽ കരയിൽ ഇരുനിഴൽ ചേരും പോലെ പരിചിതമാകും പോലെ മൊഴിയിൽ നിറയും മധുര വിചാരം പല കഥ ചൊല്ലും പോലെ പരിമൃദുഗാനം പോലെ ഇരുളാകിലും നനവാകിലും ഹിമമൂടുവിൻ നിറദീപമേ ചെറുതാകിലും വലുതാകിലും ഇനി നിന്നിലാണെൻ ലോകമേ ഏതോ ഒരനുവാദം തേടി നീ എൻ്റെ തനുവോരം നിൽക്കേ ഞാൻ മെല്ലെ ഉരുകുന്നതെന്തേ ഇളനീർ കുളിരാ മിഴികൾ തമ്മിൽ പകരുകയാണീ ചൂടിൽ പ്രണയ സ്വകാര്യം മെല്ലെ നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ नैना है राधा कान्हा मुरारे मोहन प्यारे मुरली बजे नैना है राधा कान्हा मुरारे मोहन प्यारे मुरली बजे വിടർന്നുവോ നിൻമുഖം ചെമ്പകം പോലെ പടർന്നതോ സൗരഭം തിരഞ്ഞുവോ നിന്നെ ഞാൻ തെന്നലായി മെല്ലെ മലർന്നില താരകേ നാം ഒരേ കിനാക്കളായി പുണർന്നുവോ ശ്വാസമേ നൈനാ ഹെ രാധാ കാന്ഹാ മുരാരേ മോഹൻ പിയാരേ മുരളി ഭജേ नैना है राधा कान्हा मुरारे मोहन प्यारे मुरली बजे
സന്ധ്യേ നീ എന്തേ സൂര്യനെ മറന്നു രാവുറങ്ങാതെ മേഘമായലഞ്ഞു എന്നോമൽ പൂവേ മന്ദാരമേ വാടാതെ നിന്നു പൊൻവേനലിൽ എന്നോമൽ പൂവേ മന്ദാരമേ വാടാതെ നിന്നു പൊൻവേനലിൽ മൗനം മെല്ലെ ചാഞ്ഞുറങ്ങവേ ദൂരെ വിടർന്നുവോ നിൻമുഖം ചെമ്പകം പോലെ പടർന്നതോ സൗരഭം തിരഞ്ഞുവോ നിന്നെ ഞാൻ തെന്നലായി മെല്ലെ മലർന്നില താരകേ നാം ഒരേ കിനാക്കളായി പുണർന്നുവോ ശ്വാസമേ നൈനാ ഹൈ രാധാ കാन्हा മുരാരേ മോഹൻ പിയാരേ മുരളി ഭജേ नैना है राधा कान्हा मुरारे मोहन प्यारे मुरली बजे ഗരി മഗരി സനി സനി മപനി സപനി മപ മഗരി മപാപ നിസ മഗരി മപനി സനി വിഴിച്ചിറയിൽ പിടിത്തായ് വിലകുതൽ പോൽ നടിത്തായ് ദിനം ദിനം തൂവണ്ടേ തളിരേ നദിയന நான் நடந்தேன் அணைத்தடுத்தும் கடந்தேன் கடைசியில் கலந்தேன் கடலே எல்லாம் தெரிந்திருந்தும் என்ன புரிந்திருந்தும் சும்மா இருக்கும்படி சொன்னேன் 100 முறை ஓ பூவெடுத்து நீரில் பொத்தி வைத்து பாரு வந்துவிடும் மேலே வஞ்சிக்கொடியே சொன்னாலும் கேட்பதில்லை கண்ணி மனது ஒன்றை மறைத்து வைத்தேன் சொல்ல தடை விதித்தேன் நெஞ்சை நம்பியிருந்தேன் அது வஞ்சம் செய்தது சொன்னாலும் கேட்பதில்லை கண்ணி மனது படவன எந்த கண்ணம்மா நீ தொட 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 துடிக்குது எந்த நெஞ்சம்மா ஹே சிலு 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 சிலுவென கொஞ்சம் செல்லம்மா நான் சட 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 மழையென வந்தேன் கண்ணம்மா திருநாள் இதுவா இதயம் தரவா உரைத்தேன் மெதுவா குஞ்சி குஞ்சி வரவா பட 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 படவன எந்த கண்ணம்மா நீ தொட 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 துடிக்குது எந்த நெஞ்சம்மா ஹே சிலு 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 சிலுவென கொஞ்சம் செல்லம்மா நான் சட 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 மழையென வந்தேன் கண்ணம்மா
வந்ததும் தேரோட்டமா நிகழ்காலம் நீ எனவே காதல் கூறி கைப்பிடித்து கூட்டிச் சென்றதா சின்ன தூரல் தூரிடவே மீண்டும் இந்த வேப்பமரம் வெட்கப்பட்டதா இதுவே திருநாள் இதயம் தரும் நாள் ஒரே தேனது நாள் உன்னிடத்தில் மனநாள் படபட படபட படவன எந்த கண்ணம்மா நீ தொட 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 துடிக்குது எந்த நெஞ்சம்மா ஹே சிலு 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 சிலுவன கொஞ்சம் செல்லம்மா சட 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 மழையன வந்தேன் கண்ணம்மா குரிலான நெஞ்சில் இன்று நெடிலான காதலா முகையெந்தன் வாசம்தான் உன் மழைக்கால சாரலா எழுதாத உந்தன் தாளில் இனி எந்தன் பாடலா அழகான நாட்கள் மெல்ல உருவானதா வா படபட படபட படவன எந்த கண்ணம்மா நீ தொட 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 துடிக்குது எந்த நெஞ்சம்மா ஹே சிலு 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 சிலுவன கொஞ்சம் செல்லம்மா சட 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 மழையன வந்தேன் கண்ணம்மா திருநாள் இதுவா இதயம் தரவா ஒரே தேன் மெதுவா கஞ்சி கஞ்சி வரவா வா படபட படபட படவன எந்த கண்ணம்மா நீ தொட 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 துடிக்குது எந்த நெஞ்சம்மா ஹே சிலு 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 சிலுவன கொஞ்சம் செல்லம்மா சட 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 மழையன வந்தேன் கண்ணம்மா
Yeah, this is Mohit, Abhi's friend. एक्चुअल में बहुत ही छोटी स्टोरी है बिहाइंड दिस. मैं अभी को हमने आई वॉज बेसिकली आई एम फ्रॉम पंजाब. मैं यहाँ पर त्रिशूर में जॉब करता था. सो आई जॉइंड अ जिम कॉल्ड डेडोम फिटनेस. वहाँ ये अभी मेरा अच्छा एक जिम कोऑर्डिनेटर था. आई डोंट नो वो एक दिन था और आज का एक दिन है. हम कैसे एक अच्छे दोस्त बने, एक फैमिली फ्रेंड्स बने. और ऑल ऑफ अ सडन व्हेन लास्ट ईयर ही कॉल्ड मी कि मोहित आई एम गेटिंग मैरिड. एट दैट टाइम आई वाज इन दुबई. तो मेरा पक्का नहीं था कि मैं आ पाऊँगा या नहीं पाऊँगा, बट पता था दोस्त है तो आना तो जरूर है. आई स्टिल रिमेंबर वन डे मी, अभी एंड रोहित, वी वर जस्ट आफ्टर अ जुम्बा सेशन. ऑल ऑफ अ सडन अभी प्लेड वन सॉन्ग. हमने क्या डांस किया उस पर. मैं वीडियो सेंड करूँगा. आई होप वो वीडियो इसमें डली जाए तो अभी का पुराना डांस देखने को मिलेगा. या ही इज अ प्रीटी गुड डांसर एंड अ फनी गाय यार. So congratulations Abhi and Varsha. Now this is your new life. Enjoy your life. Love you. I know Abhi from at least it's been almost 7-8 years since we know each other. I think we met somewhere around 2015, 14 or 15. But the minute we met, we connected somehow, and it's like till now we're like so close. We're really good. We've got a really good bond. But he's like a brother which I've never had, and I always wanted a brother like him. And it's like no matter how much you say about him, it's still not enough, because he has something in him that, you know, no matter what, it's always it's incomplete. You always have to give something back to him, and he's always been like the closest people that I'll ever have in my life, and I hope till the end we still keep going. There is only one good memory he'll also remember. It was my birthday and we had all gone to Cherai Beach, and that whole story of me getting caught by cops and everything, and Castro taking care. I know when he looks at this right now, he'll be sitting there and laughing when he hears this story. But that is the funniest. And there's another memory where me and this guy did something so screwed up. We were just bored and we wanted entertainment. We just got two people on a call when we wanted them to fight, and we were just sitting in the background and laughing. I think he'll love hearing this story. So we were all sitting bored at home, and we wanted something like something fun, because there was nothing to do. It was like very hot in summers. So we've got this friend who's Mohit, another guy who's Castro. So these two don't like each other, okay? So they hate each other to the core. So what we decided is I'll bring this guy, this Mohit up. Abhi will call Castro, and then we just decided to keep them on conference. And we stayed quiet. These two started talking, abusing the shit out of each other. Just constantly abusing, and we were laughing so much about it. But yeah, that's it. That's a very good. That's a crazy memory. അഭിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാ പരിപാടി ഉണ്ടായാലും ഫസ്റ്റ് മുന്നിൽ തന്നെ നിൽക്കും. ഫുൾ കോർഡിനേഷൻ ആളാണ്, ഫുൾ പ്ലാൻ ചെയ്യും, എല്ലാം ആളുടെ വകയാണ്. എന്താ പറയാ, സൂപ്പറാണല്ലേ? ഇടയ്ക്ക് പുള്ളി ഭയങ്കര നോട്ടിയാ. അല്ല അങ്ങനെയല്ല, അല്ല എന്നാലും ആ ഒരു രീതിയിൽ. പിന്നെ സത്യം പറഞ്ഞാൽ നല്ല വൈബാ പുള്ളി. കമ്പനി അടിച്ചെടുക്കാൻ നല്ല രസമാണ്, വൈബാ, കോമഡിയാ. അയ്യോ ചളി അടിച്ചിട്ട് മറച്ചു. ഫുൾ വൈബാണ്. ഇപ്പൊ അവരുടെ രണ്ടുപേരുടെ വൈബ് വെച്ച് നോക്കുമ്പോഴും അവർ പെർഫെക്റ്റാ. പണ്ട് മുതലേ ഇവരങ്ങനെ ഈ ഫാമിലി ആയിട്ടൊക്കെ അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് മാച്ചാവും. ഇപ്പോൾ വീട്ടിൽ വരുമ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്ത്, ഇപ്പോൾ വർഷ ചേച്ചിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വീഡിയോ കോൾ വെച്ചൊക്കെ ഞങ്ങൾ കമ്പനിയായിരുന്നു. ഈ ഫുൾ റിസോർട്ടായാലും ഇന്നേ വരെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കല്യാണത്തിനൊന്നും പോയിട്ടില്ല. ആളുടെ പ്ലാനിങ് ഒക്കെ ഭയങ്കര നല്ല പ്ലാനിങ് ആണ്. എന്താ പറയുക, എല്ലാവരും ഒരേപോലെ തന്നെ കൊണ്ട് നടക്കാനും എല്ലാം അടിപൊളിയാണ്. വർഷ ചേച്ചി ഞങ്ങളുടെ കൂട്ടത്തേക്ക് വരാൻ പറ്റിയ ആളാണ്. എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ വഴിപടിച്ച് ചില്ലടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണ്. ഇപ്പൊ അഭിച്ചേട്ടനായാലും പെർഫെക്റ്റ് മാച്ചാ. അവരുടെ വൈബ് വെച്ചും എല്ലാം വെച്ചും അവര് പെർഫെക്റ്റാ. ഫുൾ എൻജോയ്മെന്റ് ആണ്. ആളപ്പം നമ്മള്
മിങ്കിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോരാൻ തോന്നില്ല. 24 മണിക്കൂറും അടി ഇടി പിച്ച് മാന്ത് കടി ഞങ്ങളുടെ ഒരു free ആയിട്ട് കിട്ടും. ഞങ്ങളുടെ ഒരു ടെഡിയാണത്. അതെ, ടെഡിയല്ലോട്ടോ ടെഡി. മുന്നേ അവര് ബോംബെയിലാണല്ലോ താമസിക്കണ്ടായിരുന്നേ. അപ്പൊ അവര് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ചബിച്ചാണ് ഈ മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമുള്ള ഇതാ. പൂച്ചയായാലും പട്ടിയായാലും കോഴിയായാലും എല്ലാത്തിനും എല്ലാത്തിനോട് ഒരു കൗതുകവും ആയിരുന്നു. ഇവിടെ ഇല്ലല്ലോ, നാട്ടിലല്ലേ. അപ്പൊ ഇങ്ങനെ എല്ലാരും ഞങ്ങൾ പറഞ്ഞു കേട്ടുള്ളതാണ് കേട്ടാ. ഒരു വട്ടം നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ, കോഴിക്കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് നടന്ന് എപ്പോഴും എടുത്തോണ്ട് നടക്കും. അങ്ങനെ സുഹൃത്തി എടുത്തോണ്ട് നടന്ന് അതിനെ കുളിപ്പിച്ച് പീച്ചി കഴുത്ത് പീച്ചി കൊന്നു. എന്നിട്ട് അത് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ട് കെടുത്തി ഉറക്കലാണ് ആളുടെ മെയിൻ ഹോബി ആയിരുന്നത്. എന്തിനെ കിട്ടിയാലും ഭയങ്കര ഉപദ്രവമാണ് ആള്. മനുഷ്യന്മാരായാലും നല്ല ഉപദ്രവം, നല്ലോണം ഉപദ്രവിക്കും. ഇവനാണ് എൻ്റെ കല്യാണത്തിനുള്ള സപ്പോർട്ട് കാര്യമായിട്ട്. ഈ 4-5 ദിവസമല്ല, എൻ്റെ എല്ലാ കാര്യത്തിലും ഓടിയതിന് ഒരു കണക്കില്ല കേട്ടോ. ഇവൻ ഒറ്റൊരുത്തൻ കാരണം. അത് ആക്ച്വലി കുറച്ച് നീണ്ട കഥയാണ്. അത് വർഷ വന്ന് തോന്നാനായിട്ട് മൊമെന്റ് ഒന്നല്ല, കൊല്ലെടുത്തു. അതായത് നമ്മൾ സാധാരണ ഒരു മെസ്സേജൊക്കെ അയക്കുന്ന പോലെ ഞാനൊരു മെസ്സേജ് അയച്ചു, ഐ ലൈക്ക് യു എന്നുള്ള രീതിയിൽ. പക്ഷേ മൈൻഡ് ചെയ്തില്ല അന്നൊന്നും. ചേട്ടനോട് പറയണ ഒന്നും ചെയ്യില്ലാന്ന് ആണ് ഇവള് പറഞ്ഞത്. പിന്നെ നമ്മളത് അങ്ങനെ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഒരു കൊല്ലത്തോളം നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ ഹായ് ഇടയ്ക്ക്. പക്ഷെ എന്നാലും നമ്മളങ്ങനെ ഭയങ്കര ജാടായിട്ടിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഞാനാണ് ജാടായിട്ട് സംസാരിച്ചത്. പിന്നെ ഇങ്ങനെ തോന്നി, ഒരു പെണ്ണ് നമുക്ക് ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ ഇത്രത്തോളം സ്നേഹം നമുക്ക് തരുമ്പോൾ പിന്നെ എന്തിനാണ് അതിന് ഒരു തടസ്സം. അങ്ങനെ തുടങ്ങി. നവംബർ 14 അങ്ങനെ തുടങ്ങി. ചിൽഡ്രൻസ് ഡേ ആയിരുന്നു അന്ന് തുടങ്ങി. പിന്നെ ഇപ്പോൾ 6 കൊല്ലം കഴിഞ്ഞ് മാർച്ച് 30 കല്യാണമായി. എന്താ ബ്രോ എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പരിപാടി ഇങ്ങനെ പോകും. ഫാമിലീസിനെ കൺവിൻസ് ചെയ്യാനൊക്കെ അന്നൊക്കെ ഭയങ്കര പ്രശ്നം. ഞങ്ങൾ ഒരു 2 monthsോളം നമുക്ക് സംസാരിക്കാനോ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് സംസാരിക്കാനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ കണ്ടല്ലോ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കല്യാണത്തിനായാലും എല്ലാവരും എങ്ങനെ അടിച്ച് പൊളിച്ചു, എല്ലാവരും കൂടെ നിന്ന് ഇത് സംഭവം നടന്ന് അല്ലേ. സോ ഫൈനലി our ബിഗ് ഡേ ഹാസ് കം. കഴിഞ്ഞു എല്ലാം. ആൻഡ് our ന്യൂ ലൈഫ് has started. 2025 നമ്മുടെ ഒരു വലിയൊരു തുടക്കം ആണ് അല്ലേ. സൗണ്ട് ഞങ്ങൾ സംഗീതത്തിന് അടിച്ചു പൊളിച്ചപ്പോ പോയതാ. ശേഷം ഞാൻ മിണ്ടിയിട്ടില്ല. അങ്ങനെ സോ എല്ലാം മെയിൻലി എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക്. താങ്ക് യു എവരി വൺ. അത്രേ ഉള്ളൂ, എന്താ പറയാമോ. താലി കെട്ടിയ സമയത്ത് ശരിക്കും ഒരു അച്ചീവ്മെന്റ് പോലെയായിരുന്നു. ആക്ച്വലി ഭയങ്കര ഹറിബറി ആയിരുന്നു അത്, കാരണം പൂരം നടക്കായിരുന്നു. സോ ടു മെനി പീപ്പിൾ അറൗണ്ട്. പക്ഷെ ആ സമയത്ത് ഇറ്റ് വാസ് ജസ്റ്റ് ദാറ്റ് മൊമെന്റ് ഫോർ us. ആൾക്കാർ അതൊന്നും മാറ്റർ ചെയ്തില്ല. ഇറ്റ് വാസ് വെരി ഹാപ്പി മൊമെന്റ്. വെരി ഹാപ്പി മൊമെന്റ്. ഇത് ലൈഫിൽ എൻ്റെ വേറെ ഒരു വലിയൊരു സക്സസ് മൊമെൻ്റാണ്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലായാലും അമ്മയുണ്ട്, അമ്മമ്മയുണ്ട്. ഇപ്പോൾ അത് വേറൊരു പെണ്ണ് കൂടി എൻ്റെ ലൈഫിലും വീട്ടിലേക്കും വന്നിട്ടുണ്ട്. സോ ഒന്നുമില്ല, ഹാപ്പിയാണ്. No, nothing about future. For us it's the present. 6 വർഷം ലോങ് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് this is our day. സത്യം. ഇപ്പോൾ ഈ എപ്പോഴാണ് നീ ഒരു 6 കൊല്ലം പ്രണയിച്ചെങ്കിൽ നമുക്ക് ഇപ്പോഴാണ് നമുക്ക് ഒരുമിച്ച് ജീവിച്ചിങ്ങനെ പോകാനായിട്ട് നമുക്ക് വരുന്ന ഒരു സമയം. സോ വി ആർ റിയലി ഹാപ്പി. ഇത് കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, എപ്പോഴും കൂടെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ചിരിച്ചും കളിച്ചും ഓൾവേസ് ഒരു ഫണി ഹാപ്പി കപ്പിളായിട്ട് ഒരുമിച്ച് ഉണ്ടാവും അല്ലേ. ഓക്കെ മതിയില്ലേ. എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് റിലേറ്റീവ് എന്ന് പറയാം.
അവളെ കെട്ടിക്കുന്നത് ഇവളുടെ ചേട്ടനാണ്. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ പരിചയപ്പെട്ട് കണ്ടപ്പോൾ ഒരു ക്രഷ് തോന്നിയതാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കണ്ടു. 17 വയസ്സേ ഉള്ളൂ. അതെ. പക്ഷെ ഇപ്പോൾ 6 കൊല്ലം കഴിഞ്ഞിട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ റിലേഷൻഷിപ്പിലൊന്നും ആയിരുന്നില്ല. ഓൾമോസ്റ്റ് 1 ഇയർ ഇൻ ടു ടോക്കിങ് ഞാൻ നാട്ടിൽ വന്നു. ഞാൻ ബോംബെയിലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ ഇങ്ങനെ മീറ്റ് ചെയ്യാമെന്ന് ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഒരു ദിവസം മീറ്റ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഒരു കസിനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കും അബിയുടെ കാര്യമൊന്നും അറിയില്ല, ഞങ്ങൾ ചുമ്മാ മീറ്റ് ചെയ്തത്. അപ്പോൾ എനിക്കും അറിയില്ല, ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ കസിൻ ജസ്റ്റ് എവിടെയോ മാറി കുറച്ച് നിന്ന സമയത്ത് എൻ്റെ കയ്യിൽ ടിഷ്യൂ പേപ്പർ വെച്ചൊരു റിങ് തന്നു. അതിൽ ടിഷ്യൂ പേപ്പർ ചുരുട്ടി എൻ്റെ കയ്യിൽ തന്നു. തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു റിങ് ആയിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ നടന്നിട്ടുള്ള കാര്യം. അതെ. അത് കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചു, ഓക്കെ ദിസ് ഇസ് ദ ഡേ, ഇന്നോട്ട് റിലേഷൻഷിപ്പിലാണെന്ന്. അതെ, അത് ആർക്കും പറയുമ്പോൾ വിശ്വാസമാവില്ലോട്. ഈസ് വെരി റൊമാൻറ്റിക്. അതെ, ഒരു ടിഷ്യൂ പേപ്പർ കഥയാണ് ഇവിടെ വരെ എത്തിച്ചത്. ഈസ് കംപ്ലീറ്റ്ലി ദാറ്റ് മൂവി വാല ബോയ് ഫ്രണ്ട് ഓർ ഹീറോ. എല്ലാം സർപ്രൈസസ് പ്ലാൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വേഴം നാഗമൊன்றை വീഴ്ത്ത பார்க்கையில் ഒരു താഴം മൂത്തടുത്ത് മരണ്ടതാം സഖി. அந்த வேழம் നോക്കിട இங்கு தாழை നോക്കിട ഒരു മൗന കാവ്യം പിറக்க